Hello and welcome to Buildon Ideas, Better Ways of Building Your Dream Home. ഞാൻ സിക്സ് സണ്ണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കണ്ടംപററി വീടിൻ്റെ ഡിസൈൻ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ വീട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വുഡൻ പാനലിങ്ങും വുഡൻ പെർഗോളാസൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു 2000 സ്ക്വയർ ഫീറ്റുള്ള വീട്. ഈ ഒരു വീട് ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഫോൾ സീലിങ്ങും അതുപോലെ എക്സ്റ്റീരിയറിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് വരാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡിസൈൻ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ പ്ലോട്ട് ഏരിയ വരുന്നത് 5.67 സെൻസാണ്. ടോട്ടൽ ബിൽഡപ്പ് ഏരിയ വരുന്നത് 2193 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1025 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ 955 സ്ക്വയർ ഫീറ്റും കാർ പോർച്ച് ഏരിയ വരുന്നത് 213 സ്ക്വയർ ഫീറ്റാണ്. നമ്മളിതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ആദ്യം കാണുന്നത് ഇതിൻ്റെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. സിറ്റ് ഔട്ടിൽ നമ്മൾ കയറുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ്. അവിടെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സ്റ്റെയർ കേസ് ഏരിയയും വരുന്നത്. ഇവിടെ നമ്മളൊരു TV ഏരിയ ഈ ഭാഗത്തായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡിസൈൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ലിവിങ്ങിൽ നിന്ന് നമ്മൾ കയറുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ടാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയയും ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് കാണാം. ഡൈനിങ്ങിൽ നിന്ന് പിന്നെ ഒരു കിച്ചണിലോട്ടാണ് കയറുന്നത്. കിച്ചൺ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്ത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു കിച്ചണാണ്. അവിടെ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലോട്ട് കിടക്കുന്നു. ഇതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ് പിന്നെ ബാക്കി 2 ബെഡ്റൂംസ് ഉണ്ട്. ടോട്ടൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോൾ ഇതിനൊരു അപ്പർ ലിവിങ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ബെഡ്റൂംസ് സ്റ്റെയർ കേസിൻ്റെ 2 സൈഡിലായിട്ട് പുറകിലും ഫ്രണ്ടിലും ആയിട്ട് നമുക്ക് 2 ബെഡ്റൂംസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും അറ്റാച്ച്ഡും ആണ്. എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽസ് നോക്കാം. ഇനി ഇതിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 5.67 സെൻറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസൈനാണ്. ഇതൊരു കണ്ടംപററി സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ്റെ കൂടെ കുറച്ച് വുഡൻ എലമെൻസും അതുപോലെ കുറച്ച് സ്റ്റോൺ ക്ലാഡിങ്ങും കൊടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് പറയാം. ഇതിന് ടോപ്പിൽ നമ്മളൊരു ടെറസ് ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ഫീച്ചറായിട്ട് നമുക്ക് കാണാം. കാർ പോർച്ച് ആണെങ്കിലും കാർ പോർച്ചിൻ്റെ മേലെ നമുക്കൊരു ചെറിയൊരു പെർഗോള ഗ്ലാസ് ടോപ്പിങ്ങോട് കൂടിയിട്ടുള്ള പെർഗോള നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പൗണ്ട് വാള് അതുപോലെ ഗേറ്റ് ഒക്കെ നോക്കുമ്പോൾ വീടിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള കോമ്പൗണ്ട് വാളും അതുപോലെ വുഡൻ ഫിനിഷിലുള്ള ഗേറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ചെറിയൊരു ഫ്രണ്ട് യാർഡ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കയറുന്നതിൻ്റെ സിറ്റ് ഔട്ടിലോട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നതിൻ്റെ ലിവിങ് ഏരിയയിലോട്ടാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ, അത്യാവശ്യം സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഫർണിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലിവിങ്ങിലേക്ക് കയറുമ്പോൾ നേരെ കാണുന്നത് അതിൻ്റെ ഒരു TV ഏരിയയാണ്. അപ്പോൾ ഈ TV ഏരിയ സെറ്റ് ചെയ്തിട്ട് സ്റ്റെയറിൻ്റെ അടിയിലാണ്. അതുപോലെ ഈ TV ഏരിയയുടെ പുറകിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാനുള്ള ഡോറാണ് കാണുന്നത്. ഈ ലിവിങ്ങിൽ നമ്മൾ കിടക്കുന്നത് നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയ ഒരു 6 സീറ്റർ ഡൈനിങ് ഏരിയയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് പറയാം. ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് നമുക്ക് ഒരു വാഷ് ഏരിയ കാണാം. അവിടെ നിന്ന് നമ്മൾ കോമൺ ടോയ്ലറ്റിലേക്കുള്ള എൻട്രി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫർണിഷിങ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കളർ ഫർണിഷിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് പിന്നെ കിടക്കുന്നത് കിച്ചണിലോട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കിച്ചണാണ്. നമുക്ക് ഇതിൻ്റെ ഫ്രിഡ്ജ് അതുപോലെ ടോൾ യൂണിറ്റ്, നല്ല രീതിയിലുള്ള ഒരു സിങ്ക്, അതുപോലെ ഹുഡ് ആൻഡ് ഹോബ് എല്ലാം നല്ല രീതിയിൽ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ എന്ന് നമുക്ക് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡി ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിങ്ങും അതുപോലെ ഡാഡോ ടൈലെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വർക്കിംഗ് ലൈറ്റ്സ് എല്ലാം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ എന്ന് നമുക്ക് പറയാം. ഇനി കിച്ചണിൽ നമ്മൾ കിടക്കുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. വർക്ക് ഏരിയയും ഏകദേശം കിച്ചണിൻ്റെ ടൈപ്പ് ഓഫ് ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിനകത്തും യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഡാഡോ ടൈലാണെങ്കിലും അതുപോലെ കളർ കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. ഒരു അറ്റാച്ച്ഡ് മാസ്റ്റർ ബെഡ്റൂമാണ്. നമ്മൾ ഇതിനകത്തൊരു കിങ് സൈസ് ബെഡാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു ബാക്ക് ഡ്രോപ്പ്, വാൾപേപ്പർ ഒരു ഡാർക്ക് ഷെയ്ഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹെഡ് ബോർഡ് ഡിസൈനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 3 ഷട്ടർ വാർഡ്രോബാണ്. ചെറിയൊരു സീറ്റിംഗ് സ്പേസ് എന്നുള്ളതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഫീച്ചറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ചെറിയൊരു സീലിംഗ് ഡിസൈനും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും.
ഇനി നമ്മൾ വരുന്നത് ഇതിൻ്റെ സ്റ്റെയർ ഏരിയയിലോട്ടാണ്. അപ്പോൾ സ്റ്റെയർ ഏരിയ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചറാണ്. നമ്മൾ ഇതിനകത്ത് ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യാതെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റെയർ ഏരിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ TV ഏരിയ ആണ് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെയറിൻ്റെ അടിയിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നേരെ മേലേക്ക് കയറുമ്പോൾ സ്റ്റെയർ ഏരിയയുടെ മേലെയായിട്ട് നമുക്ക് ചെറിയൊരു ഫോൾ സീലിങ്ങും ഒരു പെർഗോള ഡിസൈനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റെയർ ഏരിയ കയറി വരുമ്പോൾ നമ്മൾ അതിൻ്റെ 2 സൈഡിലോട്ട് നമുക്ക് ഓരോ ഡോർ കാണും. അതിൻ്റെ 2 ബെഡ്റൂമിലോട്ടുള്ള എൻട്രിയാണ്. ഈ ഒരു ബെഡ്റൂം ഇതിൻ്റെ പുറകിലുള്ള ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മേലെയുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് നോക്കുമ്പോൾ നമ്മളൊരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ് ബോർഡ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളൊരു ഹെഡ് ബോർഡാണ് ഈ ഒരു ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമ്മളൊരു 3 ഷട്ടർ വാർഡ്രോബും അതുപോലെ ചെറിയൊരു സീറ്റിംഗ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 3rd ബെഡ്റൂമാണ്. ഇതിനകത്ത് നോക്കുമ്പോഴും അതിൻ്റെ ഹെഡ് ബോർഡിൽ നമ്മൾ ചെറിയ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ബാക്ക് ഡ്രോപ്പായിട്ട് നമ്മളൊരു ഡാർക്ക് വാൾപേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ റൂമിൽ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് വാർഡ്രോബാണ്. അപ്പോൾ മറ്റ് ബെഡ്റൂംസ് അപേക്ഷിച്ച് ഇതിനകത്ത് സ്ലൈഡിംഗ് വാർഡ്രോബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്പർ ലിവിങ്ങിലോട്ട് വരുമ്പോൾ അപ്പർ ലിവിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈൻ എലമെൻറ്റ്സ് എന്ന് പറയാൻ ഇതിൻ്റെ ഒരു ഫോൾ സീലിംഗ് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ്, അതുപോലെ നല്ല രീതിയിലുള്ളൊരു സീറ്റിംഗ് ഏരിയയും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ വീടിൻ്റെ ഹൈലൈറ്റ് ഫീച്ചറായിട്ടുള്ള ഓപ്പൺ ടെറസാണ് നമ്മൾ ഇനി കാണുന്നത്. ഓപ്പൺ ടെറസ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ടെറസാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാം. ഇതിനകത്ത് ഫ്രണ്ടിലുള്ള മുകളിലെ ബെഡ്റൂമിന് നമ്മളൊരു പ്രൈവറ്റ് ബാൽക്കണി സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ ഈവനിങ്ങിൽ നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കണ്ടംപററി വീടായതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡിസൈൻ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലുള്ള ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾ 3D ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും 3D റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 3D എലിവേഷൻ ആണെങ്കിലും 3D ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും അതുപോലെ 3D വാക്ക് ത്രൂസ്, 3D പ്ലാൻ കട്ടൗട്ട്സ്, ഇല്ലെങ്കിൽ ഇതുപോലുള്ള എക്സ്പ്ലെയിനർ വീഡിയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ ഞങ്ങൾക്ക് അത് ചെയ്തു തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഹാപ്പി ലിവിങ്.